വാചകത്തിൻ്റെ കാര്യത്തിൽ പണ്ടേ ഞാനൊരു മിടുക്കിയാണെന്ന് എനിക്കറിയായിരുന്നു. പക്ഷേ കല്യാണം കഴിഞ്ഞൊരു ഭക്ഷണപ്രേമി കൂടിയപ്പോഴാണ് പാചകത്തിൽ അതേ സ്കിൽ എനിക്കുണ്ടെന്ന് മനസ്സിലായത്. നോൺ വെജ് ഐറ്റംസിൽ മീൻ ഒഴിച്ച് ബാക്കി എന്തും കഴിക്കുന്ന ഒരു നോൺ വെജിറ്റേറിയനാണ് ഞാൻ. അതേസമയം മീനോട് മാത്രം പ്രേമമുള്ള ഒരു നോൺ വെജിറ്റേറിയൻ എന്ന് വേണമെങ്കിൽ എൻ്റെ ഹസ്ബൻഡിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. 10-30 ദിവസത്തെ ലീവിന് വരുന്ന എൻ്റെ ഹസ്ബൻഡിന് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കുലസ്ത്രീയാണെന്ന് ഞാനെന്ന് നിങ്ങൾ പറഞ്ഞാലും എനിക്ക് വലിയ വിഷമമൊന്നുമില്ല. എൻ്റെ ലവ് ലാംഗ്വേജ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നല്ല ആഹാരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അത് സംതൃപ്തിയോടെ കഴിച്ച് നല്ല അഭിപ്രായം പറയുന്ന ഒരു ഭർത്താവിനെ കിട്ടിയതിൽ ഞാൻ എന്നും അഭിമാനം കൊള്ളുന്നു. ഇനി എൻ്റെ ഹസ്ബൻഡിനെ ബൂസ്റ്റപ്പ് ചെയ്തതൊക്കെ അത്രയൊക്കെ മതി. കാര്യത്തിലേക്ക് അടക്കാം. ഏട്ടമീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല മസാലയൊക്കെ പുരട്ടി കുറച്ചെടുത്ത് വറുക്കുകയും ചെയ്തു. നല്ല തേങ്ങാപ്പാലും കുടംപുളിയും ഇട്ട് ബാക്കി മീൻ കറിയും വെച്ചു. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസിപ്പി വീഡിയോ വേണമെങ്കിൽ എന്തായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പം മീനൊന്നും ടേസ്റ്റ് ചെയ്ത് നോക്കാതെ ഞാനെങ്ങനെ രുചിയോടെ ഇത്രയും നല്ല രീതിയിലൊരു മീൻ കറി വെച്ചു എന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവാം. എല്ലാം ഒരു കണക്കും കാര്യങ്ങളും വെച്ചിട്ടാണല്ലോ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നത്. അത് മാത്രമല്ല, സ്നേഹത്തിൻ്റെ ഒരു എലമെൻറ്റും കൂടി ഉണ്ടല്ലോ ഇതിൽ. കൈപുണ്യം എന്ന് പറയുന്നത് ഒരു സ്നേഹം കൊണ്ടുണ്ടാക്കുമ്പോൾ നമുക്ക് തോന്നുന്നതാണെന്ന് എൻ്റെ ഒരു വിശ്വാസം. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പറഞ്ഞു തരുന്ന ഒരു ഹസ്ബൻഡിനെ ദൈവം സഹായിച്ച് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മീൻ കറിയൊന്നും കഴിച്ചു നോക്കിയില്ലെങ്കിലും ടേസ്റ്റായിട്ട് ഉണ്ടാക്കാൻ ഞാൻ തെളിയിച്ചില്ലേ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനായിട്ട് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ബൈ ബൈ.